First question, what was the topic that came up for the discussion between the doctor and his friends? എന്താണ് ആ ഡോക്ടറും ഫ്രണ്ട്സും തമ്മിലുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്ക്? ദ ടോപ്പിക് വാസ് എൻകൗണ്ടർ വിത്ത് സ്നേക്സ്. പാമ്പുകളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ ഫുൾ ബ്ലഡഡ് കോബ്ര സജസ്റ്റ്? ഫുൾ ബ്ലഡഡ് കോബ്ര എന്ന് പറയുന്ന എക്സ്പ്രഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് സജസ്റ്റ് ഇറ്റ് വാസ് ഫുള്ളി ഗ്രോൺ സ്ട്രോങ് ആൻഡ് എനർജറ്റിക്. അതായത് നല്ല രീതിയിൽ വളർന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല എനർജറ്റിക് ആയ ഒരു കോബ്ര എന്നാണ് അതിൻ്റെ അർത്ഥം. തേർഡ് ക്വസ്റ്റ്യൻ ആണ്, ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ, വാട്ട് വാസ് എ സൗണ്ട്? അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ആ സൗണ്ട് ഫെമിലിയർ ആണ്. ആ സൗണ്ട് എന്താണെന്നാണ് നമ്മുടെ അടുത്തുള്ള ചോദ്യം. ദ സൗണ്ട് ഓഫ് റാറ്റ്സ് റണ്ണിങ് അക്രോസ് ദ ബീം. അതായത് വീടിൻ്റെ ബീമിൽ കൂടി ഓടുന്ന റാറ്റ്സിൻ്റെ എലികളുടെ സൗണ്ടായിരുന്നു അത്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മിറർ ഓഫ് ബ്യൂട്ടി, പിക്ക് ഔട്ട് ഫ്രേസസ് ആൻഡ് എക്സ്പ്രഷൻസ് ഫ്രം ദ സ്റ്റോറി ദാറ്റ് ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അന്ന് ഞാൻ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ഫ്രേസസും സെൻറ്റൻസോ അല്ലെങ്കിൽ എക്സ്പ്രഷനൊക്കെ എടുത്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടേക്കിംഗ് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ മിറർ, ഷേവിംഗ് ഡെയിലി, ഗ്രോയിങ് എ മസ്റ്റാച്ച് ടു ലുക്ക് മോർ ഹാൻസം. ഇതൊക്കെയാണ്, ഈ ഫ്രൈസസൊക്കെയാണ് അദ്ദേഹം ഭയങ്കര ബ്യൂട്ടി അഡ്മയറാണ് എന്ന് പറയുന്നത് നമുക്ക് എക്സാമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നത്. ഇത് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ടു ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഷേക്കിംഗ് ഡിസിഷൻസ് ദാറ്റ് ഡോക്ടർ ടേക്സ് വൈൽ ലുക്കിംഗ് ഇൻ ടു ദ മിറർ? അദ്ദേഹം ഡോക്ടർ കണ്ണാടിയിലോട്ട് നോക്കിയപ്പോൾ എടുത്ത രണ്ട് വലിയ ഡിസിഷൻസ് ഏതൊക്കെയായിരുന്നു എന്നാണ് ചോദ്യം. വൺ വാസ് ടു ഗ്രോ എ മൊസ്റ്റാച്ച് ആൻഡ് ദ അതർ വാസ് ടു കീപ് ദ അട്രാക്റ്റീവ് സ്മൈൽ ഓൺ ഹിസ് ഫേസ് ടു ലുക്ക് മോർ ഹാൻസം. ആദ്യത്തേതെന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു മൊസ്റ്റാച്ച് മീശ വളർത്തുക എന്നുള്ളത്. രണ്ടാമത്തെ എപ്പോഴും ആ മുഖത്ത് ഒരു അട്രാക്റ്റീവ് സ്മൈൽ, ഒരു അട്രാക്ഷൻ എന്നുള്ളത് തോന്നുന്ന ഒരു ചിരി വയ്ക്കുക എന്നുള്ളതുമാണ് ആ രണ്ട് ഡിസിഷൻസ്. ഇതിനാണ്, അഗെയിൻ കെയിം ദാറ്റ് നോയ്സ് ഫ്രം എബോവ്, ഡിഡ് ദ ഡോക്ടർ പേ മച്ച് അറ്റൻഷൻ ടു ദ നോയ്സ്, വൈ? വീണ്ടും മുകളിൽ നിന്ന് ആ ശബ്ദം കേട്ടു, ഡോക്ടർ അതിന് വലിയ അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കാരണം എന്താണ് എന്നാണ് ചോദ്യം. ഹി ഡിഡൻറ്റ് പേ മച്ച് അറ്റൻഷൻ ടു ദ നോയ്സ്, ഇറ്റ് വാസ് ദ നോയ്സ് ഓഫ് റാറ്റ്സ് റണ്ണിങ് അക്രോസ് ദ ബീം, ഇറ്റ് വാസ് എ ഫെമിലിയർ സൗണ്ട്. അദ്ദേഹം വലിയ അറ്റൻഷൻ ഒന്നും കൊടുത്തില്ല, കാരണം അത് റാറ്റ്സിൻ്റെ സൗണ്ട് എന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. അല്ലെങ്കിൽ റാറ്റ്സിൻ്റെ സൗണ്ടായിരുന്നു അതൊരു, അവിടെ ഒരുപാട് റാറ്റ്സ് ഉള്ളതുകൊണ്ട് അത് സ്ഥിരമായിട്ട് കേൾക്കുന്ന സൗണ്ടാണ്, അതുകൊണ്ട് അദ്ദേഹം അതിന് വലിയ ശ്രദ്ധയൊന്നും കൊടുത്തില്ല. അടുത്ത സെവൻത് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് കൈൻഡ് ഓഫ് എ വുമൺ ഡസ് ദ ഡോക്ടർ വാണ്ട് ടു മാരി, വൈ? ഏത് തരത്തിലുള്ള ഒരു വുമണിനെയാണ് ഡോക്ടർക്ക് മാരി ചെയ്യണമെന്ന് ആഗ്രഹം, അതിൻ്റെ റീസൺ എന്താണ്? ഹി വാണ്ട്സ് ടു മാരി എ ലേഡി ഡോക്ടർ വിത്ത് പ്ലെൻറ്റി ഓഫ് മണി ആൻഡ് ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. ഷീ ഷുഡ് ഓൾസോ ബി ഫാറ്റ്. ഹി വാണ്ടഡ് ഹെർ ടു ബി ഫാറ്റ് സോ ദാറ്റ് ഇൻ കേസ് ഹി മേക്സ് എ മിസ്റ്റേക്ക് ആൻഡ് വാണ്ട്സ് ടു റൺ അവേ ഷീ ഷുഡ് നോട്ട് ക്യാച്ച് അപ്പ് വിത്ത് ഹിം. അതായത് അദ്ദേഹത്തിന് ആഗ്രഹം ഒരു ലേഡി ഡോക്ടറെ ഒരുപാട് പൈസയും അല്ലെങ്കിൽ ഒരുപാട് ക്യാഷും പിന്നെ ഒരുപാട് മെഡിക്കൽ പ്രാക്ടീസുള്ള നല്ല രീതിയിലുള്ള മെഡിക്കൽ പ്രാക്ടീസുള്ള ഒരു ലേഡി ഡോക്ടറെ മാരി ചെയ്യണമെന്നാണ് ആഗ്രഹം. പിന്നെ ആ ഡോക്ടർ എന്ന് പറയുന്നത്, ലേഡി ഡോക്ടർ എന്ന് പറയുന്നത് ഫാറ്റ് ആയിരിക്കണം, കുറച്ച് തടിയുള്ള ആളായിരിക്കണം, കാരണം ഇദ്ദേഹം എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ പിറകെ ഓടി ഇദ്ദേഹത്തിനെ പിടിക്കാൻ പറ്റുന്നത് ഒരു തരത്തിലുള്ള ആളാവരുത്, അതുകൊണ്ടാണ് ഫാറ്റ് ആവണമെന്ന് ആഗ്രഹിച്ചത്. എയ്ത്ത് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഹാപ്പൻ വെൻ ദ ഡോക്ടർ വാസ് സിറ്റിംഗ് ഓൺ ഹിസ് ചെയർ? ഡോക്ടർ ആ ചെയർ സെറ്റ് ചെയ്തപ്പോൾ എന്താണ് ഉണ്ടായത്? എ ഫുൾ ബ്ലഡഡ് കോബ്ര ഫെൽ ഫ്രം ദ റൂഫ്, ഇറ്റ് കെയിം ഓവർ ദ ബാക്ക് ഓഫ് ദ ചെയർ ആൻഡ് കോയിൽഡ് ഇറ്റ് സെൽഫ് ഓൺ ദ ഡോക്ടേഴ്സ് ഷോൾഡർ. അപ്പോൾ ഒരു ഫുൾ ബ്ലഡഡായ ഒരു കോബ്ര റൂഫിൽ നിന്ന് തറയിൽ വന്ന് വീഴുകയും അത് ചെയറിൻ്റെ ബാക്കിൽ കൂടെ കയറി ഡോക്ടറിൻ്റെ ഷോൾഡറിൽ വന്ന് കോയിൽ ചെയ്ത് ചുറ്റിയിരിക്കുകയും ചെയ്തു. അടുത്ത നയൻത് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡിഡ് ദ ഡോക്ടർ റിയാക്ട് വെൻ ദ സ്നേക്ക് ലാൻഡഡ് ഓൺ ഹിം? ആ സ്നേക്ക് തൻ്റെ ദേഹത്ത് വന്ന് വീണപ്പോൾ എങ്ങനെയാണ് ഡോക്ടർ റിയാക്ട് ചെയ്തത്? ഹി സാറ്റ് ദെയർ ഹോൾഡിങ് ഹിസ് ബ്രെത്ത് ലൈക്ക് എ സ്റ്റോൺ, ഹി വാസ് ടു അഫ്രൈഡ് ടു മേക്ക് എനി മൂവ്. അപ്പോൾ ഒരു സ്റ്റോണിൻ്റെ കണക്ക്, ഒരു പാറ കണക്ക് അദ്ദേഹം അവിടെ നിന്നു, ബ്രത്തൊക്കെ പിടിച്ച് ശ്വാസമൊക്കെ പിടിച്ച് നിന്നു. അദ്ദേഹത്തിന് മൂവ് ചെയ്യാൻ പേടിയുണ്ടായിരുന്നു, കാരണം മൂവ് ചെയ്താൽ ചിലപ്പോൾ ഈ സ്നേക്ക് ബൈറ്റ് ചെയ്താലോ എന്നുള്ള പേടി കാരണം അദ്ദേഹം മൂവ് ചെയ്യാൻ പേടിച്ചാണ്. ഇവിടുത്തെ 10th ക്വസ്റ്റ്യൻ ആണ്, വൈ ഡിഡ് ദ ഡോക്ടർ ഇൻ ദ ചെയർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ്? അപ്പോൾ ഡോക്ടറിന് എന്തുകൊണ്ടാണ് ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ് എന്ന് വിശേഷിപ്പിച്ചല്ലെങ്കിൽ മാംസം കൊണ്ടുണ്ടാക്കി ഒരു കൽപ്രതിമ അല്ലെങ്കിൽ ഒരു കൽരൂപം എന്നൊക്കെ വിശേഷിപ്പിച്ച് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു, ഹി ഹാഡ് നോ ടൈം ടു റിയാക്ട്, ഹി വാസ് ടെറിഫൈഡ് ആൻഡ് വാസ് ഓൾമോസ്റ്റ് ടേൺഡ് ഇൻടു എ സ്റ്റോൺ. അപ്പോൾ അദ്ദേഹത്തിന് ഡോക്ടർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യായിരുന്നു, അദ്ദേഹത്തിന് റിയാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികരിക്കാനുള്ള സമയവും കിട്ടിയിരുന്നില്ല, ആകെ കൂടെ പേടിച്ച് ഒരു കല്ല് കണക്ക് അദ്ദേഹമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ് എന്ന് വിശേഷിപ്പിച്ചത്. 11th ക്വസ്റ്റ്യൻ, ഇൻ ദ സ്റ്റോറി ദ സ്നേക്ക് ഈസ് കമ്പയർഡ് ടു 3 ഒബ്ജക്ട്സ്, വാട്ട് ആർ ദേ? ഈ സ്റ്റോറിയിൽ സ്നേക്കിനെ 3 ഒബ്ജക്ട്സ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെയായിട്ടാണ്? ആദ്യത്തെ എ റബ്ബർ ട്യൂബ്, എ ലാറ്റൻ റോഡ് ആൻഡ് എ ഹ്യൂമൻ ബീങ്. ആദ്യത്തെ ഒരു റബ്ബർ ട്യൂബ്,
രണ്ടാമതൊരു ലെഡൻ റോഡ്, മൂന്നാമത് ഒരു മനുഷ്യനായിട്ട്. ഇങ്ങനെ മൂന്നായിട്ടാണ് സ്നേക്കിനെ ഈ ചാപ്റ്ററിൽ കമ്പയർ ചെയ്തിരിക്കുന്നത്. 12th ക്വസ്റ്റ്യൻ ആണ്. വൈ ഡിഡ് ഹി ഫീൽ ദാറ്റ് ഹി വാസ് എ സ്റ്റുപ്പിഡ് ഡോക്ടർ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് താനൊരു സ്റ്റുപ്പിഡ് ഡോക്ടറാണെന്ന് തോന്നാൻ കാരണം? ഹി ഹാഡ് റാറ്റ്സ് ഇൻ ഹിസ് റൂം. ഹി കുഡ് നാച്ചുറലി എക്സ്പെക്ട് എ സ്നേക്ക് സം ഡേ. ഹി ഷുഡ് ഹാവ് കെപ്റ്റ് വിത്ത് ഹിം സം ആൻറ്റിഡോട്ട് ഫോർ സ്നേക്ക് പോയ്സൺ, ബട്ട് ഹി ഡിഡ് നോട്ട് ഹാവ് എനി. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ റൂമിൽ ഒരുപാട് റാറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം നാച്ചുറലായിട്ട് ഒരു സ്നേക്കിനെ എക്സ്പെക്ട് ചെയ്യണം. കാരണം എലിയെ പിടിക്കാൻ പാമ്പ് വരും. അതുകൊണ്ട് സ്നേക്ക് പോയിസന് ഏതെങ്കിലും ഒരു ആൻറ്റിഡോട്ട് വെക്കാമായിരുന്നു. കാരണം അദ്ദേഹം ഒരു ഡോക്ടറാണല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം സ്വയം ഒരു സ്റ്റുപ്പിഡ് ഡോക്ടർ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. അടുത്തത് 13th ക്വസ്റ്റ്യൻ ആണ്. ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. വാട്ട് ഡസ് ദ ഡോക്ടർ മീൻ ബൈ ദിസ്? പെട്ടെന്ന് ഞാൻ രക്തവും മാംസവും ഉള്ളൊരു മനുഷ്യനായിട്ട് മാറി. ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഡോക്ടർ എന്താണ് ഉദ്ദേശിക്കുന്നത്? While the snake was on him, he was sitting like a stone. But when it moved away, he acted like a man. He got up from his chair, and went out through the door into the veranda. From there, he jumped into the yard and fled for his life. അപ്പോൾ ഈ സ്നേക്ക് ഇങ്ങനെ ദേഹത്തിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്റ്റോണിനെ കണക്കാണ് ഇരുന്നത്. സ്നേക്ക് ദേഹത്ത് നിന്ന് മാറിയതിന് ശേഷം അദ്ദേഹം ഹ്യൂമൻ ബീയിങ്സിനെ കണക്ക്, സാധാരണ ഹ്യൂമൻ ബീയിങ്സ് ചെയ്യുന്ന കണക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടെയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ആ സ്നേക്ക് മാറിയതിന് ശേഷം രക്തവും മാംസവും ഉള്ളൊരു മനുഷ്യനായി മാറി എന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കാൻ കാരണം. 14th ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ദ ഡോക്ടർ റൺ ടു ഹിസ് ഫ്രണ്ട്സ് ഹൗസ്? ഡിഡ് ദ സ്നേക്ക് ഹാം ദ ഡോക്ടർ? വൈ? അപ്പോൾ എന്തുകൊണ്ടാണ് ഡോക്ടറിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഓടിയത്? സ്നേക്ക് ഡോക്ടറിനെ വല്ലതും ചെയ്തായിരുന്നു? എന്തെങ്കിലും ഉപദ്രവം വരുത്തിയായിരുന്നു? അതിൻ്റെ കാരണം എന്താണ്? ഹി റാൻ ടു ഹിസ് ഫ്രണ്ട്സ് ഹൗസ് so that he could have a bath and clean himself after being touched by a snake. The snake did not harm him, except that it terrified him. The snake must have thought it had fallen into a stone, and as a man sat like one. Moreover, the snake got busy admiring itself, looking into the mirror. അപ്പോൾ അദ്ദേഹം ഫ്രണ്ട് വീട്ടിലേക്ക് ഓടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ബാത്ത് ചെയ്യാനാണ്. കാരണം ഈ പാമ്പിനെയൊക്കെ തൊട്ടതുകൊണ്ട് അത് കാരണം അദ്ദേഹം ഒന്ന് ബാത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഫ്രണ്ട് വീട്ടിലേക്ക് ഓടിയത്. സ്നേക്ക് ഇദ്ദേഹത്തിന് ഒരു ഹാമും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആകെ ഒന്ന് പേടിപ്പിക്കാൻ മാത്രം, ഈ പാമ്പ് ചുറ്റിയ വഴി പാമ്പൊന്ന് പേടിപ്പിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു. ഈ പാമ്പ് അദ്ദേഹത്തിന് ഉപദ്രവിക്കാതിരിക്കാനുള്ള കാരണം ഒന്നെങ്കിൽ അതൊരു സ്റ്റോണിൻ്റെ പുറത്ത് വീണു എന്ന് വിചാരിച്ച് കാണും, അല്ലെങ്കിൽ അതിൻ്റെ ബ്യൂട്ടി അഡ്മയർ ചെയ്തതും വേറൊരു കാര്യമാണ്. ആ മിററിലെ ബ്യൂട്ടി കണ്ടതുകൊണ്ടും കൂടിയാണ് ഈ മനുഷ്യനെ, ഈ ഡോക്ടറിനെ ഒന്നും ചെയ്യാതിരുന്നത് എന്നാണ് പറയുന്നത്. 15th question. The thief had left behind one thing as final insult. What was the insult? കള്ളൻ ഒരു സാധനം അവിടെ ഫൈനൽ ഇൻസൾട്ടിന് വേണ്ടി അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ആ കാര്യം, അല്ലെങ്കിൽ എന്താണ് ആ ഇൻസൾട്ട് എന്നാണ് ചോദ്യം. The thief took everything except the dirty vest of the doctor. If people saw the dirty vest, they would have a poor opinion of the doctor, and this was adding insult to injury. അപ്പോൾ അവിടെ കള്ളൻ ഉപേക്ഷിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഡേർട്ടി വെസ്റ്റ് മാത്രമായിരുന്നു. ബാക്കിയുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ വരുന്നവരാണെങ്കിലും ഈ ഡേർട്ടി വെസ്റ്റ് കണ്ടുകൊണ്ടാണെങ്കിൽ ഡോക്ടറിനെ കുറിച്ച് ഒരു മതിപ്പില്ലായ്മ തോന്നും. അതാണ് അദ്ദേഹം ഫൈനൽ ഇൻസൾട്ട് എന്ന് അതിനെ വിശേഷിപ്പിക്കാൻ കാരണം. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് സെൻറ്റൻസുകൾ എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പാമ്പിനോടുള്ള പേടി കാണിക്കുന്ന സെൻറ്റൻസുകൾ ഒരു വശത്തും, അതുപോലെ തന്നെ സ്വന്തം അപ്പിയറൻസിലുള്ള പ്രൗഡ് മറ്റൊരു വശത്തും അങ്ങനെ വരുന്ന സെൻറ്റൻസുകൾ എഴുതിയെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ പേടി കാണിക്കുന്ന, പാമ്പിനോടുള്ള പേടി കാണിക്കുന്ന സെൻറ്റൻസുകൾ എടുക്കാം. ഐ വാസ് ടേൺ ടു എ സ്റ്റോൺ. I sat there holding my breath. I wanted to write the words, "Oh God," on my little heart. I sat like a stone image in flesh. I felt the presence of the Creator. At my slightest movement, the snake would strike me. ഇനി ഇപ്പുറത്ത് സ്വന്തം അപ്പിയറൻസിലുള്ള പ്രൗഡ് കാണിക്കുന്ന മൂമെൻറ്റ്സ് ആണ്. I looked into the mirror and smiled. It was an attractive smile. I would shave daily. I would grow a thin mustache to look more handsome. I would keep smiling to be more attractive. I was a bachelor and a doctor. ഇതൊക്കെയാണ് പറയുന്നത്. ഇനി ആക്ടിവിറ്റീസ് സെക്കൻഡ് നോക്കാം. The kind of person the doctor was. He is a poor man. His earnings was meager. He had only ₹60 with him. He lived in a small rented room. There was no electricity in the room. It was infested with rats. He is concerned with his appearance. He is also conscious that he is a doctor. He realizes that he is capable of committing blunders. അടുത്ത ബി ക്വസ്റ്റ്യൻ, ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ തന്നെ സെക്കൻഡ് പാർട്ട്. ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഹി വാണ്ടഡ് ടു ബി, എങ്ങനെയുള്ള ഒരാളാവണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. ഹി വാണ്ടഡ് ടു അപ്പിയർ മോർ ഹാൻഡ്സം.
For that he will keep a thin mustache and keep smiling. He wants to be successful and rich man. B question first, the person he wanted to marry അങ്ങനെയുള്ള ഒരാളായിരിക്കണം മാരി ചെയ്യേണ്ട എന്നുള്ള വ്യൂ ആണ്. He wants to marry a lady doctor with money and also good practice. He wants her to be fat so that she does not catch up with him if he makes a mistake and wants to run away. B question second part, the person he actually married അങ്ങനെയുള്ള ഒരാളെയാണ് യഥാർത്ഥത്തിൽ അയാൾ കല്യാണം കഴിച്ചത്. He marries a thin and slender woman. She could run like a sprinter. അപ്പോൾ തിന്നും സ്ലെൻഡറും ആയിട്ടുള്ള ഒരു മണിയാണ് മാരി ചെയ്തത്. ഒരു സ്പ്രിൻറ്ററിനെ കണക്ക് ഓടാൻ പറ്റുന്ന ഒരു മണായിരുന്നു അവർ. ഇനി സി ക്വസ്റ്റ്യൻ, ഹിസ് തോട്ട്സ് വെൻ ഹി ലുക്ക്ഡ് ഇൻ ടു ദ മിറർ. കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തോട്ട്സ്, ഹി വാസ് പ്രൗഡ് ഓഫ് ഹിസ് ലുക്സ്. ഹി വാണ്ടഡ് ടു അപ്പിയർ മോർ ഹാൻസം. For that he would shave daily and he would grow a thin mustache. He also would keep smiling to add to his glamour. അപ്പോൾ ആ അവരുടെ ലുക്കിൽ നല്ല പ്രൗഡായിരുന്നു. അതുപോലെ തന്നെ കൂടുതൽ ഹാൻസം ആവണം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2-3 ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഒന്ന് ഡെയിലി ഷേവ് ചെയ്യുക, 2 ഒരു തിൻ മുസ്റ്റാച്ച് വളർത്തുക, പിന്നെ എപ്പോഴും ആ സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു അട്രാക്റ്റീവ് സ്മൈൽ കീപ്പ് ചെയ്യുക. ഇനി ഹിസ് തോട്ട്സ് വെൻ ദ സ്നേക്ക് കോയിൽഡ് അറൗണ്ട് ഹിസ് ഹാം. അപ്പോൾ കൈക്ക് ചുറ്റും ആ പാമ്പ്, കയ്യിൽ ഇങ്ങനെ പാമ്പ് ചുറ്റിയപ്പോൾ ഉള്ള ഫീലിംഗ്. He was so tired, he was so terrified that he turned into a stone. He thought of God. He felt pain when the snake coiled around his arm. He would be in trouble if the snake bit him. He had no medicine against the snake poison. He considers himself as poor, foolish and stupid doctor. ഇനി നമ്മൾ റൈറ്റ് ചെയ്ത് ബേസ് ചെയ്ത് ഒരു ഷോർട്ട് പാരഗ്രാഫ് എഴുതുക. അപ്പോൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, ബഷീർ ഹാസ് യൂസ്ഡ് കോൺട്രാസ്റ്റ് ടു ബ്രിങ് ഹ്യൂമേഴ്സ് ഇൻ ടു എ ഫ്രൈറ്റനിങ് സ്റ്റോറി വെയർ എ ഫുഡ് ബ്ലഡഡ് കോബ്ര കോയിൽസ് അറൗണ്ട് എ ഡോക്ടർ. The doctor is a poor man. His earnings were meager. He had only 60 rupees with him. He lived in a small rented room. There was no electricity in the room. It was infested with the rats. He is concerned with his appearance. He is conscious that he is a doctor. He realized that he is capable of committing blunders, but he wants to appear smart and more handsome. For that he will keep a thin mustache and keep smiling. He wants to be a successful and rich man. He wants to marry a lady doctor with money and also good practice. He wants her to be fat so that she does not catch up with him if he makes a mistake and wants to run away. But he ends up marrying a thin and slender woman. She could run like a sprinter. He was proud of his looks. He is a doctor and he would marry a rich woman. He wanted to appear more handsome. He was feeling happy when suddenly from a beam a cobra fell down and coiled around him. All his thoughts about making himself more handsome and getting married vanished like mist in sunshine. He was so terrified that he turned into a stone. He thought of God. He felt pain when the snake coiled around his arm. He would be in trouble if the snake bit him. He had no medicine against the snake poison. He considered himself as a poor, foolish and stupid doctor. When the snake realizes its hold on him, he seems fleeing for his life. അടുത്ത ആക്ടിവിറ്റി തേർഡാണ്. In the story, the snake didn't harm the homeopath. The homeopath in turn didn't hurt it. Keep Bashir's vision on nature and its being. Comment on this story. അപ്പോൾ ഈ സ്റ്റോറിയിൽ ഹോമിയോപാത്തിനുള്ള ഡോക്ടറിന് ഈ സ്നേക്ക് ഒന്നും ഹാം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തിരിച്ച് ഡോക്ടറും ഈ സ്നേക്കിനൊന്നും ഹർട്ട് ചെയ്തില്ല. അപ്പോൾ ബഷീറിൻ്റെ റൈറ്റിങ്ങിൽ നേച്ചറിൻ്റെ ജീവികളും തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണെന്നാണ് ചോദ്യം. അതിനെപ്പറ്റി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. In the story, the snake didn't harm the homeopath. The homeopath in turn did not hurt it. By saying this, Bashir is emphasizing the principle of live and let live. Man and animals are supposed to coexist in the world. As man has the right to live, the animals also have the right to live. It is a known fact that animals do not harm people unless they are provoked and feel threatened. No snakes will deliberately come and bite you, but we deliberately kill snakes. The snake will attack only if he feels threatened and its escape route
is blocked. If they see people, they will either try to hide or run away. They bite only when people step over them unknowingly or chase them and block their escape route. In that sense, man is the only animal that kills for pleasure. Animals of prey may kill to satisfy their hunger, but we do it for fun. Bashir is of the view that we should let the animals live their life without interfering with them unless they prove dangerous to us. Peaceful coexistence is what he insists. It is an interesting story in which a homeopath and find dreams about his future wife. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റീസ്.